ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാലപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ അരി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ആ സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഞാൻ അരി എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിലാണ്. ഇതാണ് ആ കപ്പിൻ്റെ അളവ്. 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കേണ്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസ്റ്റിന് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നതിന് അല്പം മുൻപ് മാത്രമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരിനെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ അടിച്ചെടുക്കാം. നമുക്ക് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ നോക്കണം. ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ അടിച്ച് നോക്കുക. എന്നിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് അടിക്കുക. കാരണം നമ്മൾ വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചടിക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയ അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഇതും കൊണ്ട് പാലപ്പം മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇപ്പം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടിച്ച് നോക്കാം. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ ഇതിൽ നിന്ന് നമ്മളൊരു 2 ടീസ്പൂൺ മാവ് എടുക്കുകയാണ്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതിനെ നമ്മൾ കപ്പി കാച്ചണം. 2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കപ്പി കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു നല്ല ലൂസായ ഒരു ഇതിലാവുന്നത് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനെന്തോരം വെള്ളം അങ്ങനത്തെ ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇത് ഏകദേശം നല്ല ലൂസായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ കപ്പി ഏകദേശം ഇവിടെ കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കപ്പി കാച്ചിയതും കൂടെ നമ്മുടെ ആ ഒരു മിക്സറിൽ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് നമുക്ക് ഒരിത്തിരും കൂടെ നമ്മുടെ ഈ ജാറിലേക്ക് എടുത്തൊഴിക്കുക. എന്നിട്ട് ഈ കപ്പിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചിട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സറിലേക്ക് ഒഴിക്കുക. അപ്പം ഞാൻ ഈ പാത്രത്തിൽ നമ്മുടെ ജാറിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചിയത് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചിയത് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ കപ്പി കാച്ചിയതൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചൂടോടുകൂടെ ഒഴിക്കേണ്ട. ഇപ്പം കപ്പി കാച്ചിയത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ നല്ല പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സറിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ
ഇതിൽ ജാറിൽ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ കപ്പി കാച്ചിയിട്ട് എല്ലാം കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി. ഇപ്പം കപ്പിയും കൂടെ ചേർത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മിക്സിനെ ഒരു 8 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വയ്ക്കുക. അതായത് നമ്മൾ രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ അടിച്ചു വെക്കുക, എന്നിട്ട് രാവിലെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ രാവിലെ ഇത് ചുടുന്നതിന് മുൻപായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ നമ്മൾ ഇട്ട ശേഷം മാത്രമാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഇത്തരത്തിലുള്ളൊരു പാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ പാനൊന്ന് നല്ല പോലെ ചൂടായിട്ട് വരണം. ശേഷം മാത്രമാണ് പാലപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പാൻ ഏകദേശം ഒന്ന് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ നല്ല പോലെ ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വയ്ക്കുക. നല്ലോണം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.